വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. അപ്പോൾ നമ്മൾ പിലാത്തറ കഴിഞ്ഞ് കണ്ണൂർ ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 6 വരിയുടെയും താറിഞ്ഞ് മനോഹരമായി മെഗാ പൂർത്തിയാക്കിയൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കടന്നപ്പള്ളി. അപ്പോൾ കടന്നപ്പള്ളി ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 6 വരി താറിങ്ങി കഴിഞ്ഞിട്ട് വൺ സൈഡിൽ സർവീസ് റോഡ് ഉയർന്നിട്ടും വൺ സൈഡിൽ താഴ്ന്നിട്ടുമാണ് വരുന്നത്. അതെന്താണ് അങ്ങനെ വന്നതെന്നറിയില്ല. ഒരുപക്ഷെ വെറുതെ മണ്ണെടുത്തിട്ട് ഇതാകണ്ടെന്ന് എഴുതി കാണും. അപ്പോൾ വിളയങ്കോട് എത്തി നമ്മൾ. വിളയങ്കോട് ഹോണ്ടായിയുടെ ഔട്ട്ലെറ്റ്. മാരുതിയും അതേപോലെ തന്നെ ഹോണ്ടായുടെ പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ഒക്കെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ഇവിടെയൊക്കെ റോഡ് ഉയർന്നിട്ടാണ് കുറച്ച് ഭാഗം വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ദേശീയപാത കുറച്ച് താഴ്ന്നു വരുന്നുണ്ട്. പഴയ ദേശീയപാതയിലൂടെ വീണ്ടും നമ്മൾ 6 വരി പാത. പഴയ ദേശീയപാത സെൻട്രലായതുകൊണ്ട് ഇരു സൈഡിലും കൂട്ടിയെടുത്തുകൊണ്ടാണ് പുതിയ 6 വരി പാത കടന്നു വന്നത്. ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണ്. സൈഡ് വാൾ കോൺക്രീറ്റ് നിർമ്മിച്ചുകൊണ്ട് ഒരു അപ്രോച്ച് റോഡ് പോലെയാണ് ഈ ഒരു പ്രദേശത്ത് ദേശീയപാത പോകുന്നത്. ഇവിടെയൊക്കെ ഒരു കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശമാണ്. ഇനി നമ്മൾ കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശം. ഇവിടുന്ന് റോഡ് ലെഫ്റ്റിലോട്ട് ഡൈവേർട്ടായിട്ടാണ് പോകുന്നത്. ഇവിടെ വലിയൊരു ടേണിംഗ് ഉണ്ട്. ആ ടേണിംഗ് നിവർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ബ്രിഡ്ജ് ഇത് കണ്ട് കാണും. അപ്പോൾ അതിനോട് ചേർന്നുകൊണ്ടാണ് പുതിയ ദേശീയപാത കടന്നു വന്നത്. കംപ്ലീറ്റ് പൊടിയാണ്. ഇപ്പോൾ ഈ കുന്നുകൾ കണ്ട, ഈ കുന്നുകളൊക്കെ കംപ്ലീറ്റ് ഇടിച്ച് നിരത്തി വീണ്ടും ഇവിടുന്ന് റോഡ് ഡൈവേർട്ടാണ്. ലെഫ്റ്റിലൂടെ പാസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പുതിയ ദേശീയപാത കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് ആ പ്രദേശത്ത് നമുക്ക് ആക്സസ് കിട്ടൂല. ഗംഭീര പൊടിയാണ്. ഇവിടെ നല്ല രീതിയിൽ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബൈക്കുകാർക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പൊടിയാണ്. ഈ ലെഫ്റ്റ് സൈഡിലെ കംപ്ലീറ്റ് കുന്നുകളും ഇടിച്ച് നിരത്തി കടന്നു പോവാണ് ദേശീയപാത. അപ്പോൾ പരിയാരെത്തി നമ്മൾ. പരിയാരം മെഡിക്കൽ കോളേജ്. അപ്പോൾ പരിയാരത്തിൻ്റെ അടുത്ത് ഇവിടെ വലിയൊരു കൂട്ടൻ അണ്ടർ പാസേജ് വരുന്നുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റിലോട്ടാണ് പരിയാരത്തേക്ക് പോകുന്നത്. ഒരു അണ്ടർ പാസേജിൻ്റെ ഒരു 4, 5, 8 പില്ലറുകളിലായിട്ട് വരുന്ന അണ്ടർ പാസേജാണ്. വലിയൊരു കൂട്ടൻ അണ്ടർ പാസേജ് തന്നെയാണ്. അതേപോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, അതായത് പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഈ അണ്ടർ പാസേജ് വരുന്നത്. അണ്ടർ പാസേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്രോച്ച് റോഡാണ്. അപ്രോച്ച് റോഡ് എന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കുകളുണ്ട്. റോഡ് ഡൈവേർട്ടാണ്. വർക്ക് നടക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക്. ഗേഡർ ലോഞ്ച് ചെയ്ത് വലിഞ്ഞു കയറി വന്ന ബസ്സിനെ നമ്മുടെ ട്രാഫിക് പോലീസുകാരെ, ലിമിറ്റഡ് ബസ്സാണ്, അപ്പോൾ അവൻ അങ്ങനെ തന്നെ കംപ്ലീറ്റ് റിവേഴ്സിലേക്ക് വലിപ്പിച്ചതാണ്. ഏറ്റാ പഠിക്കരുത്, നാളെയും പഠിക്കും. അങ്ങനെ പഠിച്ചാൽ അപ്പം നമുക്ക് പരിയാരം അണ്ടർ പാസേജിൻ്റെ വർക്ക് കൂടി
ഒന്ന് കണ്ടു നോക്കാം. ഗേഡറുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പരിയാരം അണ്ടർ പാസേജിൻ്റെ വലിയ കൂറ്റൻ അണ്ടർ പാസേജാണ്. ആ അണ്ടർ പാസേജിൻ്റെ മുകളിൽ ഗേഡറുകളിപ്പോൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. 3 വരിയുടെ ഓൾറെഡി കോൺക്രീറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത 3 വരിയുടെ അണ്ടർ പാസേജിൻ്റെ മുകളിൽ ഗേഡറുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇരു സൈഡുകളിലും അപ്രോച്ച് റോഡായിട്ടാണ് ദേശീയപാത കടന്നു വന്നത്. 6 പാനലുകളിലാണ് ഈ ദേശീയപാത നിർമ്മിക്കുന്നത്. അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച ഇതാണ്. ഗംഭീരമായ പൊടി കാരണം നമ്മളെ വിശ്വസമുദ്ര ഇവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട പുതിയ അങ്ങനെയുണ്ട് സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. പിറങ്ങിലുള്ള ആ ഒരു ബമ്പറാണ്, അതിന് ഹോള് കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെയുള്ള ഏകദേശ പില്ലറുകളും ഗേഡറുകളും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അവസാനം 2-3 ഗേഡറുകൾ കൂടിയാണ് ലോഞ്ച് ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ ഗേഡർ ലോഞ്ചിങ് വർക്കാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ നമ്മളിപ്പം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശമൊക്കെ ഉയർന്ന പ്രദേശമാണ്. ഇതൊക്കെ മണ്ണിടിച്ച് താഴ്ത്തിയിട്ട് കുറേയൊക്കെ വർക്ക് എടുത്താണ്. ഇനിയും മണ്ണിടിച്ച് താഴ്ത്തേണ്ടതുണ്ട്. ഇവിടെയൊക്കെ ഈ പ്രദേശത്ത് സർവീസ് റോഡ് താഴ്ന്നിട്ടും നമ്മളെ ദേശീയപാത ഉയർന്നിട്ടുമാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മളെ പരിയാരം ടൗണ് മെഡിക്കൽ കോളേജൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണിത്. അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പരിയാരം ടൗണിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദേശീയപാത താഴ്ന്നിട്ടും സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ സോയിൽ നെയിലിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിക്ക് തന്നെയാണ് ഇവിടെയൊക്കെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് തുടങ്ങിയിട്ട് 2 റീച്ചുകളാണ് വിശ്വസമുദ്രക്കുള്ളത്. വിശ്വസമുദ്ര അല്ല, മെഗാ കമ്പനിക്ക് ഉള്ളത്. അറിയാതെ വിശ്വസമുദ്ര എന്ന് കണ്ണൂർ ജില്ലയിലാണ് വിശ്വസമുദ്ര. കാറ് വരിയുടെയും ടാറിങ് കഴിഞ്ഞു. 3 വരിയിലൂടെയാണ് വാഹനം കുറച്ച് കടത്തിവിട്ട് പിന്നെ അണ്ടർ പാസേജിലൂടെ പുറത്തേക്ക് കടത്തിവിടുകയാണ്. കാറി പാനലുകളൊക്കെ കുറേ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് വാളാണ്. പിന്നെ അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വാളൊക്കെ വർക്ക് കഴിഞ്ഞു. ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞു. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പുരോഗതി തന്നെയാണ് നമുക്ക് ഈ കണ്ണൂർ ജില്ലയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. നമ്മൾ കാസർഗോഡ് ജില്ല കഴിഞ്ഞു കണ്ണൂരിലേക്ക് എത്തി. കണ്ടോ, ഇതെല്ലാം സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് വരുന്നത്. നല്ല ഉയർച്ചയുണ്ട് സർവീസ് റോഡിന്. പഴയ ദേശീയപാത പാതയിലൂടെ തന്നെയാണ് പുതിയ ദേശീയപാത ആ ഒരു പ്രദേശത്തൂടെ തന്നെയാണ് കടന്നു വന്നത്. ഇതിനിടയിൽ ഇവിടെ ഒരു ചെറിയൊരു നടപ്പാത പോലെ ഒരു കുഞ്ഞ് അണ്ടർ പാസേജ് ഈ ഒരു പ്രദേശത്ത് കൊടുത്തിട്ടുണ്ട്. ആളുകൾക്ക് നടന്നു പോകാം. പിന്നെ അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾക്ക് സഞ്ചരിക്കാം. ബൈക്കുകൾക്കൊക്കെ സ്കൂട്ടിയൊക്കെ സഞ്ചരിക്കാം. അതിനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ദേശീയപാത താഴ്ന്നു പോവാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെയൊക്കെ സോയിൽ നെയിലിംഗ് ആണ് ഈ പ്രദേശത്തൊക്കെ ചെയ്തിരിക്കുന്നത്. സോയിൽ നെയിലിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വലിയ ഹൈറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സോയിൽ നെയിലിംഗ് ആണ് നമ്മളെ മെഗാ കമ്പനി ഭാഗത്തൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്ന പാറ്റേൺ.
അടുത്ത 6 വരി വീണ്ടും ഇവിടുന്ന് ഡൈവേർട്ട് ആവുകയാണ്. ഇതിങ്ങനെ ഡൈവേർട്ട് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ 500 മീറ്റർ കൂടുമ്പോഴും റോഡ് സർവീസ് റോഡിലേക്ക് ഇറങ്ങി, സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്കോട്ട് കയറി, ഹൈവേയിൽ നിന്ന് വീണ്ടും സർവീസ് റോഡിലോട്ട് ഇറങ്ങി. അങ്ങനെയാണ് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇതൊക്കെ കോൺക്രീറ്റ് വാളാണ്, കോൺക്രീറ്റ് വാൾ. പിന്നെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ഇവിടെ. നമ്മൾ കോരൻ പീടികയുടെ ഭാഗത്തെത്തി. 6 വരിയിൽ 3 വരി വർക്ക് കഴിഞ്ഞു, തുറന്നു കൊടുത്തു. 6 വരിയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ 3 വരിയാണ് അതിനകത്ത് തുറന്നു കൊടുത്തിട്ടുള്ളത്. 3 വരിയിൽ നമ്മളെ ഫ്രിക്ഷൻ സ്ലാബുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെയും അതോടൊപ്പം തന്നെ ചെറിയ ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു അണ്ടർ പാസേജിൻ്റെ ഒക്കെ സ്ലാബുകൾ നിരത്തിയിട്ടിരിക്കുകയാണ്. അടുത്തതായി വീണ്ടും ഈ കുന്നുകളൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും കുന്നും മലകളും പുഴകളൊക്കെ താണ്ടിയിട്ട് പോകുന്ന പ്രദേശമാണ്. ഇവിടെ ഒരു വയനാട് ചുരം പോലെയുള്ളൊരു പ്രദേശമാണ്. ഈ ഭാഗത്തൊക്കെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത്. ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല രീതിയിൽ മണ്ണൊക്കെ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൂറ്റൻ എലിവേറ്റഡ് ഹൈവേയിലൂടെയാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു ടേണിംഗ് ഉണ്ട്. ആ ടേണിംഗ് കംപ്ലീറ്റ് നിവർത്തിയിട്ടാണ്. അപ്പോൾ നമ്മളെ ചുടലയിലെ എലിവേറ്റഡ് ഹൈവേ ആണ്. വലിയ പില്ലർ, കൂറ്റൻ പില്ലറിൻ്റെ മുകളിലാണ് നമ്മുടെ ദേശീയപാത കടന്നു പോകുന്നത്. ഈ ഒരു വലിയൊരു ടേണിംഗ് ഉണ്ട്. ഈ ടേണിംഗ് നിവർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയൊരു പ്രദേശത്തൂടെ, താഴ്ന്ന പ്രദേശത്തൂടെ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് കടന്നു പോകുന്നത്. അപ്പോൾ കൂറ്റൻ ഏകദേശം 10 മീറ്ററിൻ്റെ മുകളിൽ ഹൈറ്റുള്ള പില്ലറുകളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ 1-2 വീഡിയോയുടെ ഫയലുകൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത പാർട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റൊരു പാർട്ടായിട്ട് കൂടുതൽ വിശദമായ തളിപ്പറമ്പ് ഭാഗങ്ങളിലുള്ള കാഴ്ചകളാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.